നീക്ക് സുമ്മുണ്ടാക്കല്ല എന്താണ് സൂചി വെക്കാൻ അവിടെ പോയി ആട് സൂചി വെക്കണേ എടുത്തോണ്ട് വെച്ചോക്കൊന്ന്. അപ്പൊ ഞാൻ എല്ലാരോടും കൂടി പറയാണ്, ഞാൻ എനിക്ക് തോന്നിയത് ഞാൻ പറയട്ടാ. നമ്മളവിടുന്ന് നാട്ടിലായാല് മാപ്പിളാര് ഗൾഫിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തയക്കി ഇത് കൊടുത്തയക്കി അല്ലെന്നുണ്ടെങ്കില് കയ്യിന് പൈസ ആക്കി ഇതിന് പൈസ ആക്കി ഇത് കല്യാണത്തിന് ഡ്രസ്സ് വേണം പെരുന്നാൾക്ക് ഡ്രസ്സ് വേണം എന്നൊക്കെ നമ്മള് പറയില്ലേ. പക്ഷെ ഇവിടെ വന്ന് ഓലപ്പൊ ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിക്കുമ്പോ നമ്മളാ ഒരു സാധനത്തിന് നമ്മള് പറയില്ല. ഇവിടെ വന്നതിന്റെ ശേഷം പഠിച്ചോടും ഓല ഇടങ്ങേറാണ് ഇടങ്ങേറ്. എന്താ വെച്ചാ ഇവിടൊക്കെ ജാതി വെയിലൊക്കെ ഞാനൊന്നും ചിക്കാന് പുറത്തേക്ക് ഇറങ്ങലില്ല. ഞാൻ വൈകുന്നേരമൊക്കെ എന്നിട്ട് ചിക്കല് കണ്ണ് തുറക്കാൻ കഴിയില്ല നമുക്ക് ഇവിടുത്തെ വെയില്. ആ വന്നട്ടിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോത്തിന് തലവേദന ആവുക. നമുക്ക് ശീലമില്ല. നമ്മളെ നാട്ടിലൊക്കെ ആവറേജ് ചൂടൊളിഞ്ഞ് ഏത് ചൂടുകാലത്താണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ താങ്ങാൻ പറ്റൂല. അവിടെ ഉള്ളതിനേക്കാൾ ഡബിൾ ചൂടാണ് ഇവിടെ. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ കേട്ടുകണ് എന്താ പറയാ മരുഭൂമിയിൽ നയിച്ചാൻ പോയവര് എന്താ പറയാ ചോര നീരാക്കുകന്നല്ല. ഇനിയും അപ്പുറം എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം. എന്നുവെച്ചാ ഇവിടെ ഒരു AC നന്നാക്കാൻ ഞങ്ങള് AC കേടുന്നപ്പോ ഒരു ചെക്കൻ നന്നാക്കാൻ വന്ന് എന്താ പറയാ ആരെത്ര ഉണ്ടാവുന്ന വെച്ചാലിപ്പോ ഫൈമാന്റെ ആങ്ങളിനെ കണ്ടുകണ് ഞങ്ങള്. ഓന്റെ അത്ര ഇല്ല. എന്നിട്ട് ആ ചെക്കന് വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് 4 AC ഞങ്ങളെ ഈ റൂമിലെ 2 റൂമത്തി എന്താണ് സിറ്റ് ഔട്ടത്തി അല്ല 3 AC സിറ്റ് ഔട്ടത്തല്ല മറ്റേ ലിവിംഗ് റൂമത്തൊക്കെ AC 3 AC നന്നാക്കി ആ വെയിലത്ത് നിൽക്കാണ്. രാവിലെ 9 മണിക്ക് ആ ചെക്കൻ വന്ന ചെക്കൻ പോണ് വൈകുന്നേരമാണ്. ഉച്ചക്ക് ചോറൊക്കെ ഞാൻ ഉണ്ടായി കൊടുത്ത്. അപ്പൊ ആ ചെക്കൻ അപ്പൊ കണ്ടപ്പോ റബ്ബേ എനിക്ക് എന്റെ ആങ്ങളമാരെ ഇങ്ങോട്ട് ഓർമ്മ വന്ന്. എന്റെ ആങ്ങളമാര് ഞാൻ മരിച്ച എന്റെ അപ്പാനൊക്കെ ഇട്ട് ഓർമ്മ വന്ന്. ഓലെ നാട്ടിലായാലും എന്റെ ആങ്ങളാരോട് നയിച്ചാണ്. ഇനി രാജ്യം വിട്ടു പോവുകയാണെങ്കിൽ നയിച്ചാണ്. എന്റെ ബാപ്പി ഈ രാജ്യത്ത് നിന്ന് മരിച്ചതാണ് നയിച്ചതുമാണ്. ആ ചെപ്പ ഞാൻ പറഞ്ഞു സിനിനോട് ഞാൻ അന്നും ഞാൻ വാഷിംഗ് മെഷീൻ തിരുമ്പിയിട്ട് ഞാൻ ചിക്കിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തോണ്ട് വെയിലുണ്ടായിട്ട്. അന്ന് ആ ചെക്കന് ഈ വെയില് കൊണ്ടുകാണ്ട് എന്താ പറയാ നാട്ടിലെ 100 റിയാലിന് നാട്ടിലത്തെ 1200 ഉറുപ്പ്യക്ക് ഇതൊക്കെ ഒരു ദിവസം നയിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പാവാണ് സിനി ഇങ്ങോട്ടൊക്കെ ചെക്ക വെയിലുള്ള നോക്കാണ് അതിന് കുറച്ച് കഴിഞ്ഞിട്ട് പണിയെടുക്കാന്ന് പറയാന്നപ്പോ സിനി അറിയാണ് എനിക്കിപ്പോ ഇങ്ങളൊക്കെ ഇപ്പൊ 4 മാസം ലൈറ്റുള്ളൂ നിങ്ങൾ ഈ ചൂട് ആളെടുത്തിട്ട് ആ ചെക്ക 5-6 കൊല്ലായി നെയ്ച്ചലെടുത്തിട്ടാണ്. അപ്പൊ എനിക്ക് പാവം തോന്നി. അപ്പൊ ഞാൻ അന്ന് ഉച്ചക്ക് തേങ്ങ അരച്ച കറിയും വെച്ച് പിന്നെ അന്ന് മീൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഉണക്ക സ്രാവ് ഉണ്ടായിന് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച. അപ്പൊ അത് പൊരിച്ചും ചെയ്ത് കാബേജ് ഉപ്പേരി ഉണ്ടാക്കി മാങ്ങന്റെ ചമ്മന്തി അരച്ച്. ഈ പണിക്ക് ചെക്കൻ വരും പറഞ്ഞിട്ടില്ലേ ഇനി. അപ്പൊ ഞാൻ രാവിലത്തെ നീച്ചാണൊക്കെ ഉണ്ടാക്കിയ ശേഷം 9 മണിക്ക് പിന്നെ ചെക്കൻ വന്നത്. എന്നിട്ട് പിന്നെ റബ്ബേ അതിപ്പോ നല്ലോണം ചോറ് തിന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പച്ചമീനൊന്നുമില്ല ഉണക്കമീനുള്ളത്. പച്ചമീൻ ഇപ്പൊ കൊണ്ടുവരലില്ല ഇവിടെ പറഞ്ഞപ്പോ അത് പറയണേ ഇതന്നെ വലിയ കിട്ടല് എന്താണ് എന്നും ഹോട്ടലിൽ നിന്ന് തിന്നുകാണ്ട് മടുത്തുകണ്. നമ്മളെ നാട്ടിലത്തെ മാതിരി ഇപ്പൊ നമുക്ക് കിട്ടൂലല്ലോ ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ അങ്ങോട്ട് പോരാനിട്ട് ഇടക്കൊക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ വരണ്ടേ അതൊന്നും എന്റെ പള്ള നിറഞ്ഞ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വരിക. എന്നിട്ട് ഞാൻ വെച്ച് നിങ്ങൾക്ക് പെങ്ങന്മാരൊക്കെ ഉണ്ടായിച്ച്. പെങ്ങന്മാരൊന്നുമില്ല എന്താണ് ഞങ്ങൾ 6 മക്കളാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ കാറിലെ ഇളയത് ചോദിച്ച് ഞാൻ മൂത്തതാണ് എന്റെ താഴെ 5 ആൾക്കാരുണ്ടെന്ന്. അപ്പൊ പെരീത്തെ കഷ്ടപ്പാട് കൊണ്ട് പോകുന്നല്ലേ ഇവിടെ. ഇവിടുത്തെ ഞങ്ങൾ സീന്റെ ആദ്യത്തെ റൂം പോയി. അതിന്റെ അടുത്തുള്ള റൂമൊക്കെ കാണുന്ന മക്കളെ നമ്മളൊന്നും പറയില്ല. ബാത്റൂമിൽ നമ്മൾ ഇറങ്ങണ അവിടെയാണ് കിച്ചണ്. ആ ഒരു ഇട്ടാവട്ടത്ത് നിന്നുകാണ്ടാണ് ഓല് ഫുഡ് ഉണ്ടാക്കുന്നതും കിടന്നുറങ്ങുന്നതും സാധനങ്ങൾ അരിയുന്നതും വെച്ചുണ്ടാക്കണൊക്കെ ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം അനുഭവിച്ചതാണ്. നമുക്ക് പാവം തോന്നും. ഇവിടെ വന്നാ എന്താ അറിയോ ഏത് മലയാളികളെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. ഓർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നമുക്ക് ഇവിടെ ഞങ്ങൾ വന്നിട്ട് 4 മാസമായിപ്പോ എത്ര ആൾക്കാരിപ്പോ ഇവിടെ വന്നു പോയി ഗസ്റ്റ് ആയിക്കാണ്ട്. സീന്റെ ചങ്ങായിമാരായിക്കോട്ടെ സീന്റെ കൂട്ടക്കാരായിക്കോട്ടെ എന്റെ കൂട്ടക്കാരായിക്കോട്ടെ എത്ര ആൾക്കാർ വന്നുകൊണ്ട് ഉച്ചക്കും രാത്രിയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ അറിയോ അല്ല ഇവിടെ വന്നതിന് ശേഷം പഠിച്ചെന്ന് പറയാ. മറ്റേത് നമ്മളിത് ഓലയച്ചേരന്റെ പൈസ ആയിട്ട് നമ്മളിത് ചുരിദാറും സാധനവും ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലാന്നുണ്ടെങ്കിൽ സോറി. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞാട്ടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്താണ്. അപ്പൊ എന്താ പറയാ നമ്മളിത്
എന്താ പറയാ വലിയ സംഭവമായിക്കാണ്ട് ചുരിദാർ മേടിച്ചാനും ഇത് മേടിച്ചാനും കായ് തേണില്ല. നമ്മള് കുച്ചിപ്പറ്റും ജനത്തലയും പറയുമ്പോ നമ്മളൊന്ന് എന്റെ മൂത്തച്ഛനോടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞേ, താത്ത ഇവിടെ വന്നാലേ നമ്മള് പറയില്ലട്ടാന്ന്. ശരിയാണ്, ഓല് ഇടങ്ങേറാണ്. ഒരു ഉറുപ്പ്യക്ക് ഒരു റിയാലിന് ഇവിടെ റിയാല് എന്താ പറയാ ഇടങ്ങേറൊക്കെ ഞാൻ അനുഭവിച്ച്. എന്താ പറയാ, ഞാൻ ഇന്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. എനിക്ക് സങ്കടം ആവും ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട്. എന്താ പറയാ, നമ്മളെ ആങ്ങളാരായാലും നിങ്ങളെ ആങ്ങളാരായാലും എനിക്ക് ഓരോണയിക്കാറ്. എന്താ വെച്ചാല് ഇവിടെ വന്നാൽ അങ്ങനെ പാവം തോന്നും നമുക്ക് എല്ലാരും. അപ്പൊ ഓല് വലിയ നമ്മൾ നാട്ടില് വന്നാ ഓല് വലിയ അതില്ല ഞാൻ ചോറൊന്നുമില്ല, അതില്ല ഞാൻ ചോറൊന്നുമില്ല എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്നാല് ഒരു റൊട്ടി ഉണ്ട്, ആ റൊട്ടിയും അത് മേടിച്ചാല് അത് തിന്നുക. ഞാനൊക്കെ ഇവിടെ നിന്ന് വന്നാൽ ഞാൻ പറയത്താന്ന് ഇതൊക്കെ റൊട്ടി ഇതൊക്കെ ഇവിടെ തിന്നല് വെച്ചപ്പോ എനിക്കറിയില്ലല്ലോ ഇവിടെ ഇതൊക്കെ തിന്നലെന്ന്. പിന്നെ ശീലായി. അപ്പൊ സിനി പറഞ്ഞേ ഇവിടെ ഇതാണ് ഇപ്പൊ ഇതുണ്ടായിട്ടില്ല, ഇപ്പൊ എനിക്കിപ്പോ നാട്ടിലത്തെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ഈ റൊട്ടി തിന്നുകാണ്ട് ദിവസങ്ങളോളം പരിപ്പും കറി കൂട്ടിക്കാണ്ട് തിന്നണോലുണ്ട്. അപ്പൊ എന്താ പറയാ, ഇന്റെ ഒരു ഇത് പറഞ്ഞാണ്. എന്താ പറയാ, ഇവിടുത്തെ ജീവിതമൊക്കെ അങ്ങനെയാണെന്ന് പറയാ. ഈ മാപ്പിളാര് ഗൾഫിലുള്ളോല് ഇന്റെ ഒരു ഇത് പറയട്ടെ, ഒരു അഭിപ്രായം ഞാൻ പറയാ. ഈ മാപ്പിളാര് ഗൾഫിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഉംറക്കെങ്കിലും വന്നിക്കാണ്ട് ഒരു 4-5 വേണ്ട മണിക്കൂറുകൾ ഓലപ്പം നിക്കണം, എന്നാലും മനസ്സിലാവും ഓലെ ഇടങ്ങേറ് എന്താണെന്ന്.